അങ്ങനെ ഇന്നത്തെ ഓഫീസ് പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇനി ഞാനും എൻ്റെ മടിയും കൂടി നേരെ കിച്ചണിലേക്ക് കയറാം. നമ്മൾ ആദ്യം ഒരു ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ട്. നമുക്കിവനെ ആദ്യം തന്നെ ഒരു എയർ ഫ്രൈയിലേക്ക് കയറ്റാം. ഇവനൊരു കൂട്ടിന് കുറച്ച് പൊട്ടറ്റോസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ ബ്രക്കോളി, ലെറ്റസ് ഇതൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ആ മടി ഇന്ന് അങ്ങോട്ട് ചവിട്ടി പുറത്താക്കി നമുക്ക് കുറച്ച് ലെറ്റസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക്. അല്ല, ഇതിലേക്കല്ല, ലഞ്ചിലേക്ക്. ഇതൊരു കുട്ടി സാലഡാണ്, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. ഇതിന്റെ മെയിൻ ഐറ്റം എഗ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും എന്റെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന പോലെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദേ എയർ ഫ്രയർ അങ്ങോട്ട് കീക്കി അടിച്ചു തുടങ്ങി. ഇനി നമുക്ക് അതങ്ങോട്ട് പുറത്തെടുത്ത് നമുക്കൊരു അടിപൊളി ലഞ്ച് പ്രിപ്പയർ ആയിട്ടോ. ഇപ്പൊ ഓർമ്മ വരുന്ന നല്ല ചോറും മാമ്പഴ പുളിശ്ശേരിയും കുറച്ച് മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ ആണെങ്കിലും ആരോഗ്യത്തെ നമ്മൾ കുറച്ച് അധികം ബഹുമാനിക്കണമെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇത് അങ്ങോട്ട് തുടരാം. വാവ്, സൂപ്പർ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആ പച്ചില ഇലക്കറി എന്നെ അങ്ങോട്ട് വിട്ടു പോയാൽ മതി എന്നായിരുന്നു എനിക്ക്. നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച് നാളെ നമുക്ക് ചെറുപയർ ദോശയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ, അര കപ്പ് പച്ചരി, അര കപ്പ് ഉഴുന്ന്, പിന്നെ കുറച്ച് ഉലുവ. ആദ്യം നമുക്ക് ഇവന്മാരെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 4-5 മണിക്കൂർ ഇവനെ നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഫ്രിഡ്ജിലുള്ള ഇഷ്ടമുള്ള കളർഫുൾ പച്ചക്കറികളൊക്കെ പുറത്തെടുക്കുക. ഇനി അങ്ങോട്ട് വെട്ടി നുറുക്കുക. ഹൈവ, എല്ലാ കളറും ഉണ്ടല്ലോ. ഇനി നമ്മുടെ മാസ്റ്റർ പീസ് സാമ്പാർ റെസിപ്പി ഉപയോഗിച്ച് ഒരു കിടിലൻ സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കിക്കോളൂ. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള എന്താണെന്നറിയോ? അവസാനത്തെ ഈ കടുപൊട്ടിക്കൽ. അതങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം നമ്മുടെ ദോശമാവ് അരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടികൾക്ക് ഇവിടെ അന്ത്യം കുറിച്ചിരിക്കുന്നു.